തൊട്ടു പിന്നാലെ ഇസ്രായേൽ മിസൈൽ ആക്രമണം കടുപ്പിച്ചപ്പോൾ ചെങ്കടലിൽ ഇസ്രായേലിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ. എന്തായാലും അവരുടെ മുന്നേറ്റം ചെങ്കടലിൽ വളരെ ശക്തമാണ്. പക്ഷേ ഇതേക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. വലിയ ആശങ്ക ഈ വിഷയത്തിൽ തങ്ങൾക്കുണ്ട് എന്നുകൂടി ഇന്ത്യ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഗാസ സംഘർഷം ചെങ്കടലിലേക്ക് വ്യാപിക്കുന്നതിനെ കുറിച്ചാണ് മോദി ഒരു ആശങ്ക പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം, ചെങ്കടൽ വഴിയാണ് ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ലൈബീരിയൻ ചരക്ക് കപ്പലായ പ്ലാറ്റിയം 3 കഴിഞ്ഞ ആഴ്ച ചെങ്കടലിൽ വെച്ച് ഹൂതികൾ ആക്രമിക്കുകയുണ്ടായിരുന്നു. ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും കോടിക്കണക്കിന് രൂപ വില വരുന്ന ഈ ചരക്ക് മുഴുവനും കത്തി നശിച്ചിരുന്നു. മറ്റൊരു ലൈബീരിയൻ കപ്പലിലും ഇവർ മിസൈൽ പതിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും US-ന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ശക്തമായി തന്നെ ചെങ്കടലിൽ തുടരുന്നുണ്ട്. ഇവർ കച്ചവട കപ്പലുകൾ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. അങ്ങനെ മറ്റ് രാജ്യങ്ങളുടെ കച്ചവട കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെടുമ്പോൾ തീർച്ചയായും അത് ഇസ്രായേലിന്റെ വ്യാപാര ബന്ധങ്ങളെ കാര്യമായി തന്നെ ബാധിക്കും. അത് തന്നെയാണ് യെമനിൽ നിന്നുള്ള ഈ ഹൂതികൾ ലക്ഷ്യം വെക്കുന്നത്. ഇതോടുകൂടി സൂയസ് കനാൽ വഴിയുള്ള ഒരു ആഗോള വ്യാപാരം തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്നുമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ MSC അടക്കമുള്ള 3 വ്യാപാര കപ്പൽ ഏജൻസികൾ നിലവിൽ സൂയസ് കനാൽ വഴി തങ്ങൾക്ക് ചരക്കു നീക്കം നടത്താൻ സാധിക്കില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത് എല്ലാ ലോകരാജ്യങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ കടുത്ത ആശങ്കയുണ്ട് എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളം.